ആ ഞാനിപ്പോ വീട്ടിലാ. അത് മാറ്റി വെച്ചു. ശരി ശരി, ഞാനിപ്പോ അയച്ചേരേ. ഓക്കെ. വക്കീലെ, ഞാനൊരു കാര്യം പറഞ്ഞ വക്കീല് ദേഷ്യപ്പെടോ? താൻ കാര്യം പറടോ. നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയാലോ? കാറോ? ആ അല്ല, എനിക്ക് കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ. ഇങ്ങനെ ഓടിക്കാതിരുന്നാ ടച്ച് വിട്ടുപോകും. അത് മാത്രമല്ല, നമ്മളിപ്പോ 3 പേരില്ലേ, എങ്ങോട്ടെങ്കിലും അമ്മയും കൂട്ടി പോണെങ്കി പെട്ടുപോവില്ലേ? ഈ കാർ വാങ്ങിക്കുന്നൊക്കെ പാഴ്സല പാടും. അല്ലെങ്കിലും പെട്രോളൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? എന്നാ ഇലക്ട്രിക് കാർ വാങ്ങിയാലോ? ഏയ്, അതൊന്നും നടപ്പിലാന്ന കാര്യമൊന്നുമല്ല. എന്ത് പറഞ്ഞാലും ഇങ്ങനെ പിശുക്ക് കാണിക്കുന്ന നല്ലതല്ല വക്കീലെ. അവനപ്പോഴേക്കും പണങ്ങിയോ? എടോ, കാശ് ഉണ്ടായിട്ടും ചെലവാക്കാതിരിക്കുന്നവരാ പിശുക്കന്മാര്. ചെലവാക്കാൻ കാശില്ലാത്തവരെ ദരിദ്രരെന്നാ വിളിക്കുക. ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ദരിദ്രനാ. വക്കീൽ അത്ര ദരിദ്രനൊന്നും അല്ല. അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ അതൊക്കെയുണ്ട്. അത്യാവശ്യം കുറച്ച് കാശും കിട്ടുന്നുണ്ട്. അതെല്ലാം ഞാൻ ഉറുമ്പിനെ പോലെ ശേഖരിച്ചു വെച്ചിരിക്കുക. എന്തിന്? ഈ വീടേ എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ. കടം കയറിയിട്ടാ ഞങ്ങളുടെ പഴയ വീട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത്. പിന്നെ ഈ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയത്. ഇവിടെ വന്നിട്ടാടോ ഞങ്ങൾ സമാധാനവും സന്തോഷവും എന്നൊക്കെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ മുതൽ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന്. ഇത്തവണ ജോർജ് ചേട്ടൻ നാട്ടിലേക്ക് വരുമ്പോഴേ എന്നെ കൊണ്ട് പറ്റുന്ന നല്ലൊരു തുക അഡ്വാൻസോട്ട് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വീട് വാങ്ങാൻ ഒരുപാട് കാശ് വേണ്ടി വരില്ലേ? ആ, ഞാനൊരു ലോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമെന്ന് തന്നെ എന്റെ വിശ്വാസം. എന്താ ഇതിനെക്കുറിച്ച് എന്നോട് നേരത്തെ പറയാത്തെ? ഓ, ഇപ്പൊ പിശുക്ക് കാണിക്കുന്നതിന് കുറ്റം പറഞ്ഞ ഞാൻ മണ്ടിയായില്ലേ? താൻ സ്വയം വണ്ടിയായി ഞാനെന്ത് ചെയ്യാനാ? എന്തായത്? പട്ടാപ്പകലൊരു പുരുഷനെ പീഡിപ്പിക്കുന്നു. ഏയ് മഹിമ, ഞങ്ങള് വെറുതെ തമാശക്ക്. അതെ, കുട്ടിക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചിയും കൂടി കൊണ്ടുവരായിരുന്നു ഗിരിയേട്ടന്. അവള് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി. പിന്നെ നീ എന്താ പോകത്തെ? മഞ്ജു ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞു. സാധാരണ ചേച്ചി അമ്പലത്തിലേക്ക് പോകുമ്പോ എന്നെ വിളിക്കാറുള്ളതാണല്ലോ. നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ അവള് പോയത്. എന്താവശ്യം? നിങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ മഞ്ജു അമ്പലത്തിൽ ഒരു നേർച്ച നേർന്നിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അത് ചെയ്യാൻ വൈകിയതുകൊണ്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളെന്ന അവളുടെ വിശ്വാസം. അതാ അവള് കൈയോടെ തന്നെ അമ്പലത്തിലേക്ക് പോയത്. ചേച്ചി ഏത് അമ്പലത്തിലേക്കാ പോകുന്നെന്ന് പറഞ്ഞോ? നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക്. എനിക്ക് അപ്പോഴേ തോന്നി. എന്താ മോളെ? ഞങ്ങളുടെ അമ്പലത്തിലെ പ്രധാന നേർച്ച കർപ്പൂരം കയ്യിൽ കത്തിച്ചോണ്ട് പ്രദക്ഷിണം വെക്കുന്നതാ. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മുൻപ് എനിക്ക് വിട്ടുമാറാത്തൊരു പനി വന്നിരുന്നു. ചേച്ചി ഇതുപോലെ നേർച്ച നേർന്നിരുന്നു. എന്റെ പനി മാറി പരീക്ഷ എഴുതാൻ പറ്റി. ചേച്ചി എന്ന് കർപ്പൂരം കത്തിച്ച് കയ്യിൽ വെച്ച് 11 പ്രദക്ഷിണ വെച്ചത്. ചേച്ചിക്ക് അവിടുത്തെ പ്രതിഷ്ഠയിൽ ഭയങ്കര വിശ്വാസോ. ഇപ്പം മനസ്സിലായി അവൾ എന്നോട് വരണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. പ്രഗ്നന്റ് ആയ അവസ്ഥയിൽ തന്നെ വേണം ഇവൾക്ക് ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കാൻ. നമുക്ക് വേഗം അമ്പലത്തിലേക്ക് പോണം.